എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവരും ടൂ വീലർക്ക് ഉപയോഗിക്കണവരല്ലേ? കാലടി പാലത്തിലൂടെ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ കാലടി പാലത്തിലുണ്ടല്ലോ, ടൂ വീലർമോ പോകുമ്പോൾ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ മുന്നിൽ പല്ല് കാണില്ല. ഇപ്പോൾ വന്ന് നടുക്ക് ഒരു മീഡിയം കണക്ക് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. കുറച്ച് നാളുകൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മീഡിയന് പകരമാവും ഏകദേശം. സ്കൂട്ടറുകാരൊക്കെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് പോകണത്. കൃത്യം 2 വണ്ടി ഒരേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും പോവുള്ളൂ. അതിൻ്റെ ഇടയിൽ നമ്മൾ അരി പിടിച്ചൊക്കെ സ്കൂട്ടർ കൊണ്ട് പോകാൻ നോക്കിക്കഴിഞ്ഞാൽ 8ൻ്റെ പണിയല്ല 16ൻ്റെ പണി തന്നെ കിട്ടും. കണ്ടോ റോഡിൻ്റെ അവസ്ഥ കണ്ടോ? കാറിന് പോണവർക്ക് വലിയ വിഷയം ഉണ്ടാവില്ല. ടൂ വീലറിന് പോണവരാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കേണ്ടത്. മഴയത്തോ അല്ലെങ്കിൽ പെരുമഴയൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ ഇനി എവിടെ അതുപോലെ എന്നുള്ളത് നോക്കി പോകാനൊന്നും പറ്റില്ല മഴയത്ത്. അപ്പോൾ എല്ലാവരും ഒരു ഇൻഷുറൻസ് ഒക്കെ എടുത്തു വെക്കണത് നല്ലതായിരിക്കും. കാരണം ഇതിൽ കൂടെ കാറിലും വലിയ വണ്ടികളിലും പോണ നമ്മുടെ ഇവിടുത്തെ ഭരിക്കുന്ന അധികാരികളുടെ ഒന്നും ഒരു പ്രശ്നമില്ല ഇതിൽ കൂടെ പോണതിന്. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അവരൊട്ട് അതിൽ ടൂ വീലറിൽ യാത്ര ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ടാർ ചെയ്തവൻ്റെ കുഴപ്പമാണോ അത് ടാറിൻ്റെ കുഴപ്പമാണോ എന്തിൻ്റെ കുഴപ്പമാണെന്ന് ആർക്കും അറിയാൻ പാടില്ല. ഈ പാലത്തിന് മാത്രമേ ഉള്ളൂ. നമ്മൾ എത്രയോ പാലങ്ങൾ ഇവിടെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഈ പാലം മാത്രം എങ്ങനെ ടാർ ചെയ്താലും ചുവവില്ല. എന്തെങ്കിലും ഒരു കാരണം വേണ്ട ഇതിനേക്ക്. ഇതിനും തിരക്കുള്ള എത്രയോ പാലങ്ങൾ എത്രയോ സ്ഥലങ്ങളിലുണ്ട്. അവിടെ ഒന്നും ഇതുപോലെ കണ്ടിട്ടില്ല. അങ്ങോട്ട് ഇങ്ങോരെ സ്ലോ റണ്ണിങ് ആണ്. തിരക്ക് വരുമ്പോൾ നല്ല ബ്ലോക്കും വരും. ഇതിൻ്റെയൊക്കെ കാരണം ഇത് തന്നെയാണ്. കുടുങ്ങിയേ പോകാൻ പറ്റുള്ളൂ. ഇതുണ്ടോ പാലത്തിൻ്റെ അരിയിരിക്കണുണ്ടോ? സൈഡ് പിടിച്ച് അങ്ങനെ ടൂ വീലർമേ സൈക്കിളുമേയൊക്കെ പോണവർ ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ അവരവർക്ക് കൊള്ളാം. ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല. കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ തന്നെയാണ്. ടൂ വീലറിനെയാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത്. മഴയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കില്ല. പെട്ടെന്നൊരു വലിയ വണ്ടിക്കൊക്കെ സൈഡ് കൊടുത്ത് പോകുമ്പോൾ ഇതിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾ പോയി കഴിഞ്ഞാൽ നേരെ വണ്ടിയുടെ അടിയിലേക്കായിരിക്കും പോണേ. അപ്പോൾ ഇതൊക്കെ സാധാരണക്കാരെ തന്നെ ബാധിക്കുള്ളൂ. വലിയ കാറുകളിലൊക്കെ പോണവർക്കൊന്നും ഇതൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. സാധാരണക്കാർ പോകുമ്പോൾ ആയിരിക്കും പ്രശ്നം. ഇതുണ്ടോ പാലത്തിൻ്റെ സൈഡിലെ അവസ്ഥയാണ്. വേറെ ഒരു സ്ഥലത്തും ഇങ്ങനെ ഉണ്ടാവില്ല. എത്രയോ സ്ഥലങ്ങളിൽ പാലങ്ങളുണ്ട്. നമ്മുടെ കാലടി പാലത്തിൻ്റെ അവസ്ഥയും കാണണം. തിരക്ക് പിടിച്ചൊക്കെ പോണവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവനവന് കൊള്ളാം. കണ്ടോ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? മുഴച്ച് മറ്റേ അടി കൊണ്ടിട്ട് കാലിന് നീര് വന്നിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കണം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു പോവാം. ബൈ.